നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇതൊക്കെ? ജോലിയിട്ട് ടൗണിൽ പോയ പാറു ആദ്യമായിട്ട് തിരിച്ചു വരല്ലേ. അപ്പൊ കൂട്ടുകാരായ നമ്മൾ അവൾക്ക് സ്വീകരണം കൊടുക്കണ്ടേ? ഫ്ലെക്സ് ഉണ്ട്, മാലപ്പടക്കം ഉണ്ട്, ചെണ്ടയും ഉണ്ട്. ചെണ്ടയോ? എവിടെ? ആൻഡോ ചേട്ടൻ ഫ്ലക്സ് അടിച്ചു തന്നു. കാശ് പിന്നെ കൊടുത്താ മതി. മണിവരൻ എന്റെ കടയെന്നാ മാലപ്പടക്കം വാങ്ങിയത്. അതിന്റെ കാശും പിന്നെ കൊടുത്താ മതി. പക്ഷേ കാശ് ആദ്യം കൊടുക്കാതെ ചെണ്ടക്കാര് വരില്ലെന്ന് പറഞ്ഞപ്പോൾ ദാ കണ്ടോ. ഇതെന്റെ ഐഡിയ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊക്കെ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാ. കാശൊന്നും കൊടുക്കണ്ട. സ്വീകരണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വാങ്ങിക്കൊടുത്താൽ മതി. പാറു മാത്രമല്ല വരുന്നത്, കൈലാഷ് സാറും പ്രിയനും അവിടെ കൂട്ടുകാരും ഹോസ്റ്റൽ വാർഡനും ഒക്കെ ഉണ്ടെന്നാ പാറു വിളിച്ചപ്പോ പറഞ്ഞത്. തകരപ്പാട്ട് കുട്ടി അവരെ സ്വീകരിക്കുന്നത് അവരെ അവമാനിക്കുന്ന പോരാ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ദാ നിങ്ങൾ പൊയ്ക്കോ, മുട്ടായി വാങ്ങി കഴിച്ചോ. ദാ ആദർശേ പോവരുത്, അവിടെ മാറി നിന്നോ. ഞാൻ വിളിക്കുമ്പോ വരണം. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണ്ടേ? വേണം. വിട്ടോ. നീ എന്താ അവരോട് പറഞ്ഞേ? ആ കാശിന് മുട്ടായി വാങ്ങുമ്പോ എനിക്കും തരണമെന്ന്. കണ്ടോ, ചട്ടമ്പി പാറു തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന പാർവതിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാ അവര്. ഫ്ലെക്സും വെച്ച് മാലപ്പടക്കവും പൊട്ടിച്ച് സ്വീകരിക്കാൻ അവളെന്താ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡലും വാങ്ങി വന്നതാണോ? ടൗണിലെ ഗാർമെന്റ്സിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യലല്ലേ അവളുടെ പണി. അത് ജനകന് മാത്രമല്ലേ അറിയൂ. അവളുടെ വീട്ടുകാർക്കും ആ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അവർക്ക് അവള് വലിയ ഉദ്യോഗസ്ഥയല്ലേ. പടക്കത്തിന് തീ കൊളുത്ത്. വാ വാ. ഇവന്മാരിവിടെ എത്തിയോ? എടാ ഉണ്ണി, എന്റെ കൈക്ക് നല്ല പണിയുണ്ടാവുന്ന തോന്നുന്നത്. 2 ശവങ്ങൾ പൊതിയാനുള്ള പച്ചയോല റെഡിയാക്കി വെച്ചോ. ഈ തകരപ്പാട്ട് കൊട്ടരുതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞതാ. പാറു, എന്താ ഇതൊക്കെ? അയ്യോ, നീതുവിന്റെ അപ്പുവിന്റെ അമ്പാടിയുടെ ഒക്കെ പണിയാ. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അനുസരണ തൊട്ട് തീണ്ടിയിട്ടില്ല 3 എണ്ണത്തിൽ. സാരില്ലമ്മേ, വഴക്ക് പറയണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. പാറു, നീയും വാ, ഡാൻസ് കളിക്കാം. അയ്യോ, ഞാനില്ല. എന്തിനാ മടിക്കുന്നേ? ഇത് നിന്റെ നാടല്ലേ, ചെല്ല്. വാ പാറു, വാ.
നോക്കി ചട്ടമ്പി പാറു തിരിച്ചു വരുന്നു. ഇവളീ നാട്ടിലൊരു സംഭവമാണെന്ന് തോന്നുന്നു. എന്നിട്ടാ അവിടെ വന്ന് കരുനാഗത്തിന്റെ ആട്ടും തുപ്പും അനുഭവിക്കുന്നത്. പാറു, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സ്വീകരണം? അടിപൊളി ആണല്ലോ, അടിപൊളി ആണല്ലോ. മാലപ്പടക്കത്തിന് കാശ് കൊടുക്കണം, ഫ്ലക്സിന് കാശ് കൊടുക്കണം, പിന്നെ ഇവർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ്. ബാഗ് കൊടുക്ക്. കാശോ? എന്റെ കാശില്ല. കാശില്ലേ? പാറു വരുമ്പോ വാങ്ങിത്തരാന്നാ ആന്റോ ചേട്ടനോടും മണിവരനോടും പിന്നെ ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നേ. കാശ് കൊടുത്തില്ലേ സത്യമായിട്ടും അവര് പ്രശ്നം ഉണ്ടാക്കും. എന്താ ഇപ്പൊ ചെയ്യാ?